അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഉള്ളിത്തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിക്കണേ, പിന്നെ ചെറിയുള്ളി കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ ഇട്ടിട്ട് ഗ്യാസിൽ കത്തിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വറുക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കണ്ട ഉള്ളിത്തേയില എന്നൊക്കെ അഭിപ്രായം പറയട്ടാ. ഞാനൊന്ന് യൂട്യൂബിൽ കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്, ദിവസം കണ്ട്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി നമുക്കതിലേക്ക് ഉലുവ ഇട്ടെടുക്കാം കേട്ടോ. ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടെടുത്തോളി. ഞാൻ 1 ടീസ്പൂൺ ഉലുവ ഇട്ടിക്കണേ. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 5-6 വറ്റൽമുളക് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വറ്റൽമുളകിന് പകരം മുളകും പൊടിയൊക്കെ ഇട്ടെടുക്കുക കേട്ടോ. തേങ്ങ നന്നായി വറന്ന് വന്നതിന് ശേഷം പൊടികളൊക്കെ കൂടുതൽ മുളകും പൊടി ഇടാം. അപ്പം ഞാൻ ചട്ടിയിൽ നിന്നാണ് മാറ്റിയത്. അതിൽ അടി പിടിക്കണണ്ടപ്പോൾ വേഗം വേറെ ചട്ടിക്കാണ് മാറ്റി കൊടുത്ത്. എന്നാൽ നന്നായിട്ട് ഇളക്കും ചെയ്യും, അടി പിടിക്കും ചെയ്യില്ല. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുന്ന് വരണം. നന്നായിട്ട് വറന്ന് വന്നതിന് ശേഷം നമുക്ക് അതേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണ്ടേ. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വറ്റൽമുളക് ഇട്ടിട്ടില്ലെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. നിറച്ച് വേണ്ട, ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. അതിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറണ പോലെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. നിങ്ങളൊക്കെ ഉണ്ടാക്കിക്കണം ഉള്ളിത്തീയൽ, ഒക്കെ അഭിപ്രായം ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറുത്ത് നിൽക്കണം നമ്മൾ നോക്കിയപ്പോൾ. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എനിക്കതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് മിക്സിയിലിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ചൂടാറിയൊക്കെ വന്നതിന് ശേഷം ഈ മിക്സിയിലിട്ടെടുത്ത് ഒന്നും കൊണ്ട് പൊടിച്ചെടുക്കുക. ആദ്യം കൊണ്ട് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാതെ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചോളൂ. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നാൽ ഒന്ന് പേസ്റ്റ് പോലെ വേഗം മിക്സിയിൽ അടിച്ച് കിട്ടുമല്ലോ. നല്ല ഇതുപോലെ നല്ല തിക്നെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കിവിടെ അടിച്ച് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആ പാത്രത്തിൽ ഞാൻ കഴുകിങ്ങാണ്ട് ഗ്യാസ്മക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചൂടായി വരട്ടെ. നന്നായിട്ട് നമുക്ക് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് കണ്ട് പൊട്ടി വരട്ടെ. കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിങ്ങൾ ഇട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താളി. കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്താളി. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഉണ്ട്. അത് കുറച്ചൊരു 200 ചെറിയുള്ളി ഉണ്ട്. വലിയ ചെറിയുള്ളിയാണ് 2 കഷ്ണാക്കി മുറിച്ചിട്ടാളി. പിന്നെ 2-3 പച്ചമുളകും ഉണ്ട്. ആ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതും ഇട്ട് കൊടുത്താൽ വേഗം വഴണ്ടി കിട്ടുമല്ലോ. നന്നായിട്ട് വഴണ്ടി കിട്ടിക്കോട്ടെ. ഒന്നും കണ്ട് വഴണ്ടാൽ മതി. പിന്നെ നമുക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് ഇതിലേക്ക്. അപ്പോൾ നന്നായിട്ട് കണ്ട് ഇളക്കി കൊടുത്താൽ കേട്ടോ. അടിയിലൊന്നും പിടിക്കണ്ട. അപ്പോൾ ചെറിയുള്ളി നിങ്ങൾക്ക് വലിയ കഷ്ണമൊന്ന് 2-3 കഷ്ണമാക്കി മുറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. വലിയ ചെറുള്ളിയാണെങ്കിൽ അല്ലെങ്കിൽ ചിലവർ അതുപോലെ തന്നെ ഒന്നാകെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതുപോലെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ ഒന്ന് 2-3-4 കഷ്ണമാക്കിയിട്ട് ചെറുതൊക്കെ മുറിച്ച് കൊടുത്തിരിക്കണം, വലുതുള്ളത്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നല്ല ചുടുവെള്ളമല്ല, പച്ചവെള്ളം ഒഴിക്കരുത്, ചുടുവെള്ളം തന്നെ ഒഴിക്കണം. നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ചൂടുവെള്ളം ഒഴിച്ചാൽ ഇതിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നല്ല തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്കിത് മൂടി വെച്ചെടുക്കാം കേട്ടോ. പിന്നെ അതൊരു പാത്രം കൊണ്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മൂടിയൊക്കെ തുറന്നപ്പോൾ എന്താ നന്നായിട്ട് വെന്തൊക്കെ വന്നിക്കണം. നമ്മളെ ചെറിയുള്ളി നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് മൂടി വെച്ചാൽ മതി. പിന്നെ നമുക്കിത് നല്ല വെന്ത് വന്നിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ
നെല്ലിക്കാ വലുപ്പത്തിലുള്ളൊരു പുളിൻ്റെ നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പുളി മതി, നല്ല പുളി മുന്തി നിൽക്കരുത്, പുളി പാകത്തിന് പാടുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കണല്ലേ കൂട്ടുക, അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുകുന്നത് വരേക്ക് ഒന്നും അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിത്തീയൽ ഇതാ ഇവിടെ റെഡി ആയിട്ട് കൊണ്ടിരിക്കണം. ഞാൻ മൂടിയൊക്കെ വെച്ചിന്. മൂടിയൊക്കെ തുറന്ന് വന്നപ്പോൾ ഇത് നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് നല്ല കുറുക്കിയൊക്കെ വന്നേക്കണം. നല്ല തിക്നെസ് ആയിട്ട് കൊണ്ട് വരും കേട്ടോ, വെള്ളം പോലെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഉള്ളിത്തീയലൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഉള്ളിത്തീയൽ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് ഒരുപാട് പേര്, അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.